Hi friends, welcome to Simis kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഗോതമ്പ് പായസമാണ്. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും എളുപ്പ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പ് പായസമാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സാധാരണ ഗോതമ്പ് പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലൊക്കെ ചേർത്തിട്ടാണ് ഈ പായസം ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒറ്റ ഒരു പാല് മാത്രം എടുത്തിട്ടാണ് കേട്ടോ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തേങ്ങാപ്പാൽ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തേങ്ങയുടെ പാൽ വെച്ചിട്ടാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 തേങ്ങ നല്ലപോലെ ചിരകി എടുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അതൊന്ന് അടിച്ചതിന് ശേഷം അത് ആ തേങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കുമ്പോൾ കിട്ടുന്ന പാല് അത് വെച്ചിട്ടാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് ഇത് എല്ലാവർക്കും എളുപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ ഇങ്ങനത്തെ ഒരു പായസം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 3/4 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തേക്കുന്നത്. അങ്കണവാടിയിൽ നിന്നൊക്കെ കിട്ടത്തില്ലേ ആ നുറുക്ക് ഗോതമ്പാട്ടോ. 3.5 കപ്പ് തേങ്ങാപ്പാൽ, 2 തേങ്ങയുടെ പാല്. ആദ്യമേ ഈ ഗോതമ്പ് ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇത് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഞാനിത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എളുപ്പ രീതിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ കുക്കറിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഗോതമ്പ് വേഗം പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളവും 1/2 കപ്പ് തേങ്ങാപ്പാലും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. നല്ലപോലെ വെന്ത് വരണം കേട്ടോ. ഇനി ഒരു പാത്രം ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് തേങ്ങക്കൊത്താണ്. ഇപ്പോൾ ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എള്ള് അല്ലെങ്കിൽ കശുവണ്ടി മുന്തിരിയൊക്കെ ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ തേങ്ങക്കൊത്ത് മാത്രമേ ചേർക്കുന്നുള്ളൂ. തേങ്ങക്കൊത്ത് എടുക്കുമ്പോൾ നല്ല കൊപ്ര കണക്കത്തെ തേങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ഇത് ഈ നെയ്യിൻ്റെ അകത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം, ഒരു ബ്രൗൺ കളറാകുന്നവരെ. തേങ്ങ നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒരു ബ്രൗൺ കളറായി. ഇത് നെയ്യിൻ്റെ അകത്തൊന്ന് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് വേവിച്ച് വെച്ചേക്കുന്ന ഗോതമ്പാട്ടോ. ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഫുള്ളി ചേർക്കേണ്ടത്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇത് 2 തേങ്ങയുടെ പാലാട്ടോ ഞാൻ ചേർത്തേക്കുന്നത്. നമ്മുടെ ഗോതമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഗോതമ്പ് എങ്ങനെയാണ് വേവിച്ചതെന്ന് വെച്ചാൽ ഫുൾ ഫ്ലെയിമിൽ 1 വിസിൽ, ലോ ഫ്ലെയിമിൽ 1 വിസിൽ. അന്നേരത്തേക്ക് ഗോതമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ ഗോതമ്പിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റുകയും ചെയ്തിരുന്നു കേട്ടോ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഇനിയിപ്പോൾ ഗോതമ്പ് വേകാനൊന്നുമില്ല, ഗോതമ്പ് ഓൾറെഡി വെന്തതാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തിളച്ചൊന്ന് തേങ്ങാപ്പാലൊന്ന് കുറുകി വന്നേച്ചാൽ മതി. അതുപോലെ ഈ ഗോതമ്പിൻ്റെ അകത്തോട്ടും നമ്മൾ ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് പിടിച്ച് നല്ലൊരു ഇതായിട്ട് വരണം. ഇപ്പോൾ നമ്മൾ ഒഴിച്ചേക്കണ തേങ്ങാപ്പാലൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ തേങ്ങാപ്പാലാകുമ്പോഴത്തേക്ക് പിരിഞ്ഞൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ. നമ്മൾ ആകെ ഒറ്റ ഒരു പാലല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാലും എന്നാലും നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. തേങ്ങാപ്പാലൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറുകി ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒഴിക്കാൻ പോകുന്നത് ഞാൻ ശർക്കരപ്പാനിയാണ് കേട്ടോ. ഇതിപ്പോൾ 1/2 കിലോ ശർക്കര 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്തതാണ്. അത് ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇത് വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ചേർത്തേക്കുന്ന ശർക്കരയ്ക്ക് കളർ കുറവാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ കളറിലിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചൊന്നും കൂടെ ഒന്ന് കുറുകി വരണം. നമ്മൾ ഇളക്ക് നിർത്തുമൊന്നും വേണ്ട, ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിക്കും. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ശർക്കരയ്ക്ക് കുറച്ചും കൂടെ കളർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് ഇളക്കുമ്പോൾ ഇതിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാട്ടോ കിടക്കുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇനി ഇതൊന്ന് 15 മിനിറ്റോളം നമ്മളിത് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഇളക്കി വറ്റിച്ചെടുക്കണം.
ഇതിൻ്റെ ഇളക്കൽ നിർത്താൻ പാടില്ല കേട്ടോ. നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ശർക്കര കൂടി ചേർത്തേക്കുന്നതല്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്, അപ്പോൾ പിന്നെ തിള കുറച്ച് കൂടുതലായിരിക്കും ഇതിന്. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ആക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു പാട വന്ന് കിടക്കുന്ന പോലെ ഇരിക്കും. ഇപ്പോൾ ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പായസമൊക്കെ ഒന്ന് കുറുകി, ഇപ്പോൾ നമ്മുടെ പായസം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം മതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി എടുത്തേക്കുന്ന പാത്രം എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റുള്ള ഒരു പാത്രമാണ്. അപ്പോൾ ഇനി ഈ പാത്രത്തിൽ ഇരുന്നിട്ട് തന്നെ ഒന്നും കൂടെ അതൊന്ന് വറ്റി വരും. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് എന്താ ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 6 ഏലക്ക പൊടിച്ചെടുത്തതാണ്. അത് ചേർക്കാം. മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ആ ശർക്കരയ്ക്ക് കണ്ടോ ഇപ്പോൾ നല്ലൊരു കളറായില്ലേ. ആദ്യമേ നമ്മൾ ചേർത്തപ്പോഴത്തേക്ക് ഇത്രയും കളറൊന്നും ഉണ്ടായിരുന്നില്ല. ആ പഞ്ചസാര ചേർത്തുകൊണ്ടാണ് അങ്ങനെ കളർ വരുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു യെല്ലോ കളറിലെ പായസമായിട്ടിരിക്കുന്നത്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പിട്ട് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്ത്. അപ്പോൾ ഇതിൽ നമുക്ക് കശുവണ്ടി മുന്തിരി വറുത്തത് ചേർക്കാം, അതുപോലെ എള്ളി ചേർക്കാം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ ഏലക്ക ചേർത്തതിന് പകരം ജീരകം വറുത്ത് പൊടിച്ച് ചേർക്കാം, ചുക്ക് ചേർക്കാം. തേങ്ങാക്കൊത്തും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാക്കൊത്ത് നമ്മൾ വറുത്തതായതുകൊണ്ട് ഇതിങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വിഷു അല്ലേ വരുന്നത്, അപ്പോൾ വിഷുവിന് നമുക്ക് സദ്യയ്ക്ക് ഇതുപോലെയൊക്കെ ഒരു ഗോതമ്പ് പായസമൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.